ഏവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ ആദ്യ യൂണിറ്റിൻ്റെ രണ്ടാമത്തെ പാഠഭാഗമായ ബഹുത് ദിനോം കെ ബാദ് കവിതയുടെ മറ്റൊരു വീഡിയോവുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. നമ്മൾ നാഗാർജുനെക്കുറിച്ചും നാഗാർജുൻ്റെ പ്രമുഖ രചനകളെക്കുറിച്ചുമൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ കവിതയിലേക്ക് പോവുകയാണ്. ആദ്യത്തെ സ്റ്റാൻസയാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യത്തെ സ്റ്റാൻസ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ബഹുത് ദിനോം കെ ബാദ് അബ് കി മൈനെ ജി ഫർ ദേക്കാ പക്കി സുൻഹലി ഫസലോം കി മുസ്കാൻ ബഹുത് ദിനോം കെ ബാദ്. നമുക്ക് അതിലെ വാക്കുകളെ പരിചയപ്പെടാം. ബഹുത് ദിനോം കെ ബാദ്, വളരെ നാളുകൾക്ക് ശേഷം. അബ്കി മൈനെ ജീഫർ ദേക്ക. ജീഫർ ദേക്ക എന്ന് വെച്ചാൽ അച്ചി ദേക്കിന എന്നാണ്. അച്ചി ദേക്കിന, ദേക്കിന തൃപ്തിയോടെ നോക്കുക, നിറഞ്ഞ മനസ്സോടെ നോക്കുക. കവി ക്യാ ദേക്ക, എന്താ നോക്കിയത്? അടുത്ത വരിയിൽ പക്കി സുൻഹലി ഫസലോം കി മുസ്കാൻ ബഹുത് ദിനോം കെ ബാദ്. പക്കി എന്ന് പറഞ്ഞാൽ വിളഞ്ഞു നിൽക്കുന്നു, സുൻഹലി സോനേക്കാരങ്ക് സ്വർണ്ണ നിറത്തിലുള്ള, ഫസലോം കി ധാന്യങ്ങളുടെ, മുസ്കാന് പുഞ്ചിരി, ബഹുത് ദിനോം കെ ബാദ് കുറേ നാളുകൾക്ക് ശേഷം. കവി കുറേ നാളുകൾക്ക് ശേഷം अपने गाँव में लौटते समय क्या देखा? पकी सुनहली फसलों की मुस्कान देखा. फसलों की मुस्कान एक किसको सूचित है? एक किसानों की कठिन प्रयत्न को सूचित है. खेत हरे भरे ഫസലോം സേ ഭർ ഗേ ഹേ. ഇനി നമുക്ക് സാരാംശം ഒന്ന് നോക്കാം. കവി ബഹുത് ദിനോം കെ ബാദ് ഗാവ് ലൗട്ടെ ഹേ, ഗ്രാമത്തിലേക്ക് എത്തുന്നു. ഗാവ് അനാജോം സേ ഭരാ ഹുവ, ധാന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അനാജോം സേ ഭരാ ഹുവ ഗാവ് കാ മൻമോഹ സൗന്ദര്യ, മനസ്സിനെ മോഹിപ്പിക്കുന്ന സൗന്ദര്യം ദേഖക്കർ കണ്ടിട്ട് ഉൻകാ മൻ ആനന്ദ് സേ ഭർ ഗേ, അദ്ദേഹത്തിൻ്റെ മനസ്സ് ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി. പക്കി ഹുയി സുൻഹലി ഫസലോം കി മുസ്കാൻ, ആ വിളവുകളുടെ പുഞ്ചിരികൾ ബഹുത് ദിനോം കെ ബാദ് ഉസ്കോ അനുഭവുക, കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന് അനുഭവിച്ചറിയാൻ കഴിഞ്ഞത്. അടുത്തായിട്ട് സെക്കൻഡ് സ്റ്റാൻസയാണ്. സെക്കൻഡ് സ്റ്റാൻസിൽ എന്താ കവി പറയുന്നത്? ബഹുത് ദിനോം കെ ബാദ് അബ് കി മൈം ജി ഫർ സുൻ പായ ധാൻ കൂടത്തി കിശോരിയോം കി കോകൽ കണ്ടി ധാൻ बहुत दिनों के बाद. कवि यहाँ अपने चिरपरिचित गाँव लौटकर एक देखा है कि बहुत दिनों के बाद अब की मैं जी फर सुन पाया. कवि ने जी फर सुन पाया, മനസ്സ് നിറഞ്ഞു കേട്ടു എന്നാണ് പറഞ്ഞത്. जी फर सुन पाया. क्या सुन पाया? അടുത്ത വരിയിൽ എന്താ പറയുക? ദാൻ കൂടത്തി കിശോരിയും കി കോകൽ കണ്ടി താൻ. താൻ എന്ന് വെച്ചാൽ എന്താണ്? നാദം. കോകൽ കണ്ടി സുരീലി ആവാസ് വാലി, നല്ല ശ്രുതി മധുരമായിട്ടുള്ള ശബ്ദം ഉണ്ടാക്കുന്ന. കിശോരിയും, കിശോരി എന്ന് വെച്ചാൽ എന്താണ്? ബാലികമാർ. ക്യാ സുൻപായ, എന്താ കേട്ടത്? കിശോരിയും കി കോകൽ കണ്ടി താൻ സുൻപായ. കിസ്കെ ഗലെ സേ, ആരുടെ ഗലയിൽ നിന്നും? ആരാണ് പാടിയത്? കിശോരിയും കി. അപ്പം കോകൽ കണ്ടിക്ക ദാൻ കിസ്കെ ഗലെ സേ നികലി, ആരുടെ ഗലയിൽ നിന്നാണ് വന്നത്? കിശോരിയും കി. എപ്പോഴാണ്? കബ് ദാൻ കൂടുത്തി. ദാൻ കൂടിന എന്ന് വെച്ചാൽ എന്താണ്? നെല്ല് കുത്തുക. നെല്ല് കുത്തുന്ന എന്ത് ചെയ്ത്? കിശോരികളുടെ, ബാലികമാരുടെ ശ്രുതിമധുരമായിട്ടുള്ള നാദം ബഹുത് ദിനോം കെ ബാദ്, വളരെ നാളുകൾക്ക് ശേഷമാണ് സുൻപായ എന്ന് കവി പറഞ്ഞിരിക്കുന്നു. അപ്പം ആകെ കവി कहता है कि बहुत दिनों के बाद जब मैं गाँव में लौटा है, ഞാൻ എന്ത് ചെയ്തത്? ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നത്. ഓർ അപ്പനെ ചിരപരിചിത് ഗാവുമേം ആത്താ ഹേ തബ്
गाँव में लहलहाती पकी हुई सुनहली फसल देख सकता है। साथ फसल कूदती हुई किशोरियों की आवाज़ भी सुन सकते हैं। उनकी सुरीली आवाज़ അവരുടെ ആ സുരീലി ശ്രുതിമധുരമായിട്ടുള്ള ആവാസ് സുൻകർ ഗാവ് മേ ബിതായേ ഗയേ ദിനോം കെ ബാദ് ഗ്രാമത്തിൽ ആ ചെലവഴിച്ച ദിവസങ്ങളെക്കുറിച്ചാണ് ആര് ഓർമ്മിക്കുന്നത്? കവി നാഗാർജുൻ യാദ് ആ ജാത്താ ഹേ. ഇതാണ് സെക്കൻഡ് സ്റ്റാൻസയിൽ പറഞ്ഞത്.